ശ്രീ ബി ജി വിഷ്ണു, ഇത് തന്നെയാണ് നമ്മളുടെ ഈ ഏതൊരു വിഷയമുണ്ടായാലും അക്കാര്യത്തിൽ പ്രതികരിക്കുന്നതിനനുസരിച്ച് പോലീസ് നടപടിയെടുക്കുകയുള്ളൂ. നമ്മളൊരു പരാതി കൊടുത്താൽ പോലും അക്കാര്യത്തിൽ നമ്മൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാലേ അതിലൊക്കെ അന്വേഷണം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളിൽ പ്രതിഷേധം ഉയർന്നു വരുമെന്നുള്ളൊരു ഭയപ്പാടിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് രാത്രി 8:30 അദ്ദേഹത്തെ വിട്ടയക്കുന്നത്. പക്ഷേ പോലീസ് തെറ്റുപറ്റിയെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇക്കാര്യത്തിലൊന്നും ഹൈന്ദവ സമൂഹം കൃത്യമായി പ്രതികരിക്കില്ല എന്ന് കൃത്യമായി പോലീസിന് ബോധ്യമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ശ്രീ വിഷ്ണു. അല്ല, സംശയം എന്താണ്? ഹൈന്ദവ സമൂഹം പ്രത്യേകിച്ച് പിന്നോക്ക ദുർബല വിഭാഗങ്ങൾക്കെതിരെ എന്ത് അതിക്രമവും നടത്താമെന്ന് കൃത്യമായി പോലീസിന് അറിയാവുന്നതുകൊണ്ട്. കാര്യം അവർ സംഘടിതരല്ല, അവർ ഒരു പ്രത്യേക രാഷ്ട്രീയ ശക്തിയല്ല, അവർ സമൂഹത്തിൽ വലിയ സാമ്പത്തിക ഉന്നമനവും വ്യാവസായിക മേഖലയിലും അടുത്ത് നിൽക്കുന്നവരല്ല. അതുകൊണ്ട് അവർക്കെതിരെ എന്തും ആകാം എന്നുള്ള പോലീസിൽ ഒരു ധാരണയുണ്ട്. ചിലപ്പോൾ ആ ധാരണ ശരിയായിരിക്കും. അവർ ദുർബല വിഭാഗക്കാരാണ്, അവർക്ക് വലിയ സാമ്പത്തികമോ രാഷ്ട്രീയപരമായോ സ്വാധീനം സമൂഹത്തിലില്ലായിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചെറിയ വിഭാഗങ്ങൾക്കെതിരെ ഹൈന്ദവ സംഘടനകളോട് എടുക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടത്. കാരണം കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലും പോലീസിന് ഏത് സമയത്തും കയറി തങ്ങൾക്ക് തോന്നിയതുപോലെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ധാരണ കേരളത്തിൽ ഇടതു ഭരണകാലത്ത് വളരെ ശക്തമായിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ പോലീസിന് അത്തരത്തിൽ എന്ത് നിയമപരമായ അവകാശമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാനുള്ളത്? അവിടുത്തെ ആരാധന തടസ്സപ്പെടുത്താനും ആ സമയത്ത് പൂജാരി അറസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഒരു ധാരണയുണ്ട്, ഇവിടെ എന്തും ആവാം, ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ തങ്ങൾക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കില്ല, ഇല്ലെങ്കിൽ ഒരു മേലധികാരി ഞങ്ങൾക്ക് മുകളിൽ ഉണ്ടാകില്ല എന്നുള്ള കൃത്യമായ ധാരണ അവർക്ക് ഉണ്ട്. കാരണം ഒരു ക്ഷേത്രത്തിൽ കയറുമ്പോൾ എന്തൊക്കെ മിനിമം പാലിക്കണമെന്നും അത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിക്കോട്ടെ, ഇല്ലെങ്കിൽ ആരോപണ വിധേയയുടെ ബാധിതനായ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റുണ്ടായിക്കോട്ടെ, എങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തവരല്ലല്ലോ കേരളത്തിലെ പോലീസുകാർ. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേതെങ്കിലും ആരാധനാലയങ്ങളായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള നടപടി ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസ് സ്വീകരിക്കുമായിരുന്നു. ഒരിക്കലുമില്ല. അവർ വളരെ ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിക്കുമായിരുന്നെങ്കിൽ അവർ സ്റ്റേഷനിലേക്ക് വിളിച്ച് ആഹിത്യം കൊണ്ടുവന്നായിരിക്കും അത്തരത്തിലുള്ള വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്, അറിയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാധ്യത ഒരിക്കൽ പോലും പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും വിഷ്ണു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.